Okay, so we are discussing about Poisson distribution. Okay. Poisson process പഠിക്കാൻ വേണ്ടിയിട്ടാണ് Poisson distribution ഞാൻ പറയുന്നത്. നിങ്ങളുടെ സിലബസിൽ Poisson process എന്ന് കാണുന്നുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് അതിൻ്റെ ബേസിക് ഡെഫിനിഷൻസ് ഒക്കെ നമ്മൾ പഠിക്കുന്നുള്ളൂ. എന്നാലും അതിനെ സപ്പോർട്ട് ചെയ്യുന്ന Poisson distribution ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഞാൻ ഡിപ്പാർട്ട്മെൻറ്റിൽ അതിൻ്റെ കുറച്ച് സൗണ്ട് കുറച്ചാണ് പറയുന്നത്. ടീച്ചേഴ്സ് എല്ലാവരും ഇവിടെ ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിച്ചിരിക്കുക. So what is the probability mass function of Poisson distribution? Poisson distribution has a probability mass function lambda raised to k e raised to minus lambda by k factorial. The possible values of k are 0, 1, 2, 3, etc. up to infinity. So the observations are natural numbers 0, 1, 2, 3, etc. up to infinity. And the probability mass function is lambda raised to k into e raised to minus lambda by k factorial. And the mean of the Poisson distribution is lambda. Mean of the Poisson distribution is lambda, and variance is also lambda. Mean and variance is same ആയ distribution ആണ് Poisson distribution. ഒരു variance പിന്നെ നമ്മൾ MGF of the Poisson distribution is e raised to lambda into e raised to t minus 1. ഇതാണ് MGF. Cumulative generated function എന്ന് പറഞ്ഞാൽ carry function എന്ന് പറഞ്ഞാൽ e raised to lambda into e raised to t minus 1. ഓക്കെ, അപ്പോൾ അത്ര 4 കാര്യങ്ങൾ: മീൻ, വേരിയൻസ്, MGF, carry function. ഓക്കെ, I think you have already studied the details of Poisson distribution, and this is sufficient for your knowledge. Now we come to the Poisson process. Poisson process. ഇപ്പോൾ Poisson distribution എക്സാമ്പിൾസ് നമ്മൾ പറഞ്ഞാൽ, ഇപ്പോൾ നമ്പർ ഓഫ് ബാക്ടീരിയാസ് പ്രസൻറ്റ് ഇൻ ദ ലാംഡ ഫോളോസ് Poisson distribution. അല്ലെങ്കിൽ നമ്പർ ഓഫ് ടെലിഫോൺ കോൾസ് റെക്കോർഡഡ് ഇൻ എ ടെലിഫോൺ എക്സ്ചേഞ്ച് ഫോളോസ് Poisson distribution. അല്ലെങ്കിൽ നമ്പർ ഓഫ് പർട്ടിക്കുലർ ഇവൻറ്റ് ഒക്കേർഡ് ഡ്യൂറിങ് എ പീരിയഡ് ദാറ്റ് ഓൾസോ ഫോളോസ് Poisson distribution. അപ്പോൾ ഇതൊക്കെ Poisson distribution, Poisson random variable examples ആണ്. Number, ആ number that should take in between 0 and infinity. Okay, so what is the stochastic process or Poisson process? The Poisson process എന്ന് പറഞ്ഞാൽ there is a sequence of random variables. ഒരു റാൻഡം വേരിയബിൾ അല്ല, ഒരു സീക്വൻസ് ഉണ്ട്, മനസ്സിലായില്ലേ? ആ ഓരോ റാൻഡം വേരിയബിളും ഇതേപോലെ ഒരു കൗണ്ടിങ് പ്രോസസ് ആയിരിക്കും. നമ്പർ ഓഫ് ബാക്ടീരിയാസ് ഓർ നമ്പർ ഓഫ് ടെലിഫോൺ കോൾസ്, നമ്പർ ഓഫ് ഇവൻറ്റ്സ് എക്സെട്ര അറ്റ് ദ ടൈം ടി. ഓരോ ടൈമിനും സംഭവിക്കുന്ന നമ്പറാണ്. ഇപ്പോൾ ഇന്ന്, നാളെ, മറ്റന്നാൾ, അതിൻ്റെ മറ്റന്നാൾ, അങ്ങനെ നമുക്ക് വേണമെങ്കിൽ നമ്പർ കൗണ്ട് ചെയ്ത് വരണം. ആ ഒരു പ്രോസസ്സാണ് Poisson പ്രോസസ്സ്. അപ്പോൾ എന്താണ് Poisson പ്രോസസ്സ്? എ സീക്വൻസ് NT, T greater than or equal to 0 set be a counting process if n of t represent the total number of events. അത് കൗണ്ടിങ് പ്രോസസ്സിലാണ്, നമ്പർ ഓഫ് ഇവൻറ്റ്സ് ദാറ്റ് ഹാവ് ഒക്കേർഡ് അപ് ടു ടൈം ടി. അപ്പോൾ ഈ കൗണ്ടിങ് പ്രോസസ്സിൻ്റെ പ്രത്യേകത എന്തായിരിക്കും? ഇപ്പോൾ നമ്പർ കൗണ്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്പർ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ 0, n of t ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ 0. അതുപോലെ n of t ഷുഡ് ബി ഇൻറ്റിജർ വാല്യൂഡ്. ഇത് ഇന്നുള്ള നമ്മൾ ടോട്ടൽ നമ്പറാണ് കൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഏരിയ. അപ്പോൾ ഇന്നുള്ള നമ്പർ ആയിരിക്കില്ല നാളെയുള്ള, നാളെ ചിലപ്പോൾ അതിനേക്കാളും കൂടുതൽ വരും. ഇപ്പോൾ നമ്പർ ഓഫ് ഫെയിലിയേഴ്സ് അപ് ടു ടൈം ടി, അപ് ടു ടൈം എസ്, ആൻഡ് നമ്പർ ഓഫ് ഫെയിലിയേഴ്സ് അപ് ടു ടൈം ടി
ഏതായിരിക്കും കൂടുതൽ? എസ് ലെസ് ദാൻ ടി ആണെങ്കിൽ എൻ ഓഫ് ടി ആയിരിക്കും അല്ലേ? ഇന്നുള്ള നമ്പർ ഓഫ് ഫെയിലിയേഴ്സിനേക്കാളും കൂടുതൽ നാളെയുള്ള നമ്പർ ഓഫ് ഫെയിലിയേഴ്സ് ആയിരിക്കും. നാളെ വരെയുള്ള, ഇന്ന് വരെയുള്ള നമ്പർ ഓഫ് ഫെയിലിയേഴ്സിനേക്കാളും കൂടുതൽ നാളെ വരെയുള്ള നമ്പർ ഓഫ് ഫെയിലിയേഴ്സ് ആയിരിക്കും. അതാണ് ഇവിടെ തേർഡ് കണ്ടീഷനായിട്ട് എഴുതുന്നത്. എസ് ലെസ് ദാൻ ടി ആണെങ്കിൽ ദെൻ എൻ ഓഫ് എസ് ലെസ് ദാൻ എൻ ഓഫ്. ഇതൊരു കൗണ്ടിങ് പ്രോസസ്സിൻ്റെ പ്രത്യേകതകളാണ് ഈ പറയുന്നത് കേട്ടോ. ഈ 4 പ്രത്യേകതകൾ പ്രോപ്പർട്ടീസ് ഓഫ് കൗണ്ടിങ് പ്രോസസ്. ബാക്കിയുള്ളവരുടെ വന്നിട്ടില്ല. അത് ശരി. So if s less than t, then n of s less than or equal to n of t. For s less than t, n of t minus n of s. അതായത് ഇപ്പം ഞാനൊരു ഗ്രാഫ് വരയ്ക്കാം, അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. Okay, suppose this is the time point 0 and this is the time point s, and this is the time point s plus t. നോക്കട്ടെ നമ്മുടെ പുസ്തകത്തിൽ എങ്ങനെയുള്ള എസ് ലെസ് ദാൻ ടി ആണ്. അപ്പോൾ ജസ്റ്റ് എസ് എന്ന് മാത്രം ടി മതി. T. This is the time point infinity. Okay. Now let us denote n of 0. N of 0. That is the number of at time 0. Okay. Now let us denote n of s. That equal to yes. Okay. So this number in this interval. എന്ത് പ്രോഗ്രാം നടത്തുക? നമ്മളെടുക്കണം. പരീക്ഷയ്ക്ക് ഡിസിപ്ലിനൊക്കെ വരുന്നുണ്ടല്ലോ, അങ്ങനെ അല്ലെങ്കിൽ ഇമ്പ്രൂവ്മെന്റ് അങ്ങനെയൊക്കെ ചെയ്യുന്ന പിള്ളേർക്കൊക്കെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിയുടെ ഞാനേ വിളിച്ചിട്ട് ഒരു 2 സെക്ഷൻസ് കൊടുക്കാനോ സെമിനാറിന് കിട്ടില്ലേ? കുട്ടികൾക്ക് സെമിനാറിനൊക്കെ കിട്ടൂലേ? സെമിനാറിന് എടുത്തിട്ടുണ്ട്. ഒന്ന് ആലോചിച്ചോട്ടെ. പുറത്തുനിന്ന് ആള് വേണം അല്ലേ? പുറത്തുനിന്ന് വേണം, നമ്മുടെ ഇവിടെ കിട്ടിയല്ലോ അടുത്തുള്ള കോളേജുകളിൽ നിന്നോ. പിന്നെ നമ്മൾ സാറ്റർഡേ എന്തെങ്കിലും സ്പെഷ്യൽ ആളിൻ്റെ ക്ലാസ്സുകൾ വേറെ ആർക്കെങ്കിലും ചെയ്യണമെങ്കിലൊക്കെ ഈ ആർട്സ് സോഫ്റ്റ്വെയർക്ക് എക്കണോമിക്സ് ഒക്കെ ആവശ്യമുള്ളതല്ലേ. എക്കണോമിക്സിൻ്റെ പിള്ളേർക്ക് വേണ്ടിയിട്ടൊരു അവർ കൂടിയായിട്ട് സംസാരിക്കുവാണെങ്കിലേ അത് നിങ്ങളൊക്കെ എടുക്കാമല്ലോ. അങ്ങനെയാണ് കുഴപ്പമില്ല. So this n of t minus n of is the number of the occurrence of particular event in the interval s and t. വേറൊരു ഉദാഹരണം ഞാൻ പറഞ്ഞാൽ, ഇപ്പോൾ നമ്മളൊരു ട്രാഫിക് ജംഗ്ഷനിൽ നിൽക്കുകയാണ്.
നിൽക്കുമ്പോൾ ഉള്ള നമ്പർ, അത് കഴിഞ്ഞ് എസ് ടൈം വരെയുള്ള നമ്പർ, ട്രാഫിക് കടന്നു പോകുന്ന നമ്പർ, അത് കഴിഞ്ഞിട്ട് ടി ടൈം വരെയുള്ള നമ്പർ നമ്മൾ കൗണ്ട് ചെയ്ത് പോയി. ഉദാഹരണത്തിന് ഇവിടെ നമ്മൾ 0 ഒബ്സർവ് ചെയ്തു, അതിനുശേഷം എസ്സിൽ 8 ഇവിടെ എത്തിയപ്പോൾ 13 അങ്ങനെ പോകും. മനസ്സിലായില്ലേ? അപ്പോൾ ഇൻ ബിറ്റ്വീൻ എത്ര നമ്പർ വന്നു ഇവിടെ? 8, 5, 13, 5 പേര് ഇൻ ബിറ്റ്വീൻ എൻ ഓഫ് ടി മൈനസ് എൻ ഓഫ് എസ് എന്ന് പറഞ്ഞാൽ 5 മാറി. സോ ദിസ് പ്രോസസ്, ഇത് റാൻഡം, ഇത് 8 നിർബന്ധമില്ല, ഇതൊരു ഒബ്സർവേഷനാണ്. വേറൊരാൾ പോകുമ്പോൾ ചിലപ്പോൾ 9 ആയിരിക്കും, വേറൊരാൾ പോകുമ്പോൾ ചിലപ്പോൾ 15 ആയിരിക്കും, അങ്ങനെയൊക്കെ വരും. അപ്പോൾ ദിസ് കളക്ഷൻ ഓഫ് റാൻഡം വേരിയബിൾ മീൻസ് n of t, sequence n of t, t greater than 0. This is a collection of random variable and it is called a counting process. മനസ്സിലായില്ലേ? n of t minus n of s equal to the number of events that occurred in the interval s, t. ക്ലിയർ ആണല്ലോ അല്ലേ? പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ? നിഖിൽ ക്ലിയർ ആവുന്നുണ്ടല്ലോ അല്ലേ? എസ്റ്റീന മനസ്സിലാവുന്നുണ്ടോ? ശ്രദ്ധിക്കുന്നുണ്ടോ? ജോനാസ് ശ്രദ്ധിക്കുന്നുണ്ടോ? ഹലോ സാർ, ശ്രദ്ധിക്കുന്നുണ്ടോ? ഓക്കെ. അപ്പോൾ നമ്മൾ ഒരു പ്രത്യേകതകളാണ്. ഇപ്പോൾ എന്തൊക്കെയാണ് പ്രത്യേകത? ഫസ്റ്റ് പ്രോപ്പർട്ടി ഈസ് n of t is greater than or is 0. Second property is n of t is integer valued. And third property is if s less than t, then n of s less than or equal to n of t. And the fourth property is n of t minus n of s equals the number of events that have occurred in the interval s, t. സിസ്റ്റർ മറ്റേ പബ്ലിക്കേഷൻ്റെ എന്തായി? ഒരു ഇയറിലാണോ? അത് ഞാൻ എൻ്റെ കിട്ടിയിട്ടുണ്ടോ? എനിക്ക് 7 ഉണ്ട് കേട്ടോ. ആ ഒരു വർഷം മൊത്തമാണ്. ജൂൺ മുതലാണ് 5. അപ്പോൾ 7 ഉണ്ട്. ഇങ്ങനെ മെയിൽ അയച്ചു തരാം ലിസ്റ്റ്. കിട്ടിയിട്ടുണ്ട്. നോക്കണേ, ഞാൻ റെഫറൻസിന് തരാമെന്ന് ഞാൻ അച്ഛനും പ്രിൻസിപ്പളിനൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. അല്ലേ? 7 ഉണ്ട് കേട്ടോ. UGC കെയറുള്ളത്, അത് വെബ് സയൻസിലേക്ക്. സോ അപ്പം നമ്മൾ 4 പ്രോപ്പർട്ടിയുള്ള n of t ആണ് നമ്മൾ കൗണ്ടിങ് പ്രോസസ്സ് എന്ന് പറയാം. ഓക്കെ, ഈ 4 പ്രോപ്പർട്ടിയുള്ള തന്നെയാണ് കൗണ്ടിങ് പ്രോസസ്സ് പറഞ്ഞാൽ. ഇനി ഈ കൗണ്ടിങ് പ്രോസസ്സ് എപ്പോഴാണ് പോയിസോൺ പ്രോസസ്സ് ആവുന്നത്? അതാണ് നമ്മുടെ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ കൗണ്ടിങ് പ്രോസസ്സിന് 4 പ്രത്യേകമുണ്ട്. ജസ്റ്റ് എണ്ണം എടുക്കുക, അത്രേ ഉള്ളൂ. ഒരു പ്രോസസ്സിൻ്റെ എണ്ണം എടുക്കുക, എന്തെങ്കിലും ഒരു ഇവൻറ്റിൻ്റെ. ഇതിൻ്റെ പ്രത്യേകത, ഇത് പോയിസോൺ പ്രോസസ്സ് ആവുന്നപ്പോഴായിരിക്കും. ദ കൗണ്ടിങ് പ്രോസസ്സ് n of t, t greater than 0 is said to be a Poisson process having lambda, greater than 0 if n of 0 equal to 0. Another property, n of 0 equal to 0. Second, the process has independent increments. Then third, the number of events in the interval length t is Poisson distributed with mean. അപ്പം 3 പ്രത്യേകം. ഒന്ന് n of 0 equal to 0. 2 പ്രോസസ് ഹാസ് ഇൻഡിപെൻഡൻറ്റ്. എന്താണ് ഇൻഡിപെൻഡൻറ്റ് ഇൻക്രിമെൻറ്റ്സ് പറഞ്ഞാൽ? So what is independent increment? This is an increment. Okay, the duration between s and t is an increment. Okay, and suppose we are considering another time point, that is st u. Okay, and let us find out the number in between n of u minus n of t.
Okay, so this is actually number in the interval t comma u. Okay, number in the interval t comma u. So ഇത് രണ്ട് ഡിസ്ജോയിൻറ്റ് ഇൻ്റർവൽസ് ആണ്. എസ് മുതൽ ടി വരെയുള്ളതും ടി മുതൽ എസ് വരെയുള്ള രണ്ട് ഡിസ്ജോയിൻറ്റ് ഇൻ്റർവൽസ് ആണ്. അപ്പോൾ അതുകൊണ്ട് ദാറ്റ് ഈസ് ആക്ച്വലി ദ നമ്പർ ഓഫ് occurrences of the particular event in between S and T and in between T and U. So they are disjoint events. Okay, അപ്പോൾ ഇത് ഇൻഡിപെൻഡൻ്റ് ആണ്. ഒരു ഇതിലുള്ള നമ്പർ, അതായത് ആദ്യത്തെ ഇൻ്റർവെല്ലിലുള്ള നമ്പർ രണ്ടാമത്തെ ഇൻ്റർവെല്ലിലെ നമ്പറുമായിട്ട് ഇൻഡിപെൻഡൻ്റ് ആണ്. ആ റാൻഡം വേരിയബിളായിട്ട് ഇൻഡിപെൻഡൻ്റ് ആണ്. ആദ്യത്തെ ഇൻ്റർവെല്ലിലുള്ള നമ്പർ രണ്ടാമത്തെ ഇൻ്റർവെല്ലിലുള്ള നമ്പറുമായിട്ട്, അല്ലെങ്കിൽ ആ ഇൻ്റർവെല്ലിലെ that means n of t minus n of s is independent of n of u minus n of t. So that property is called independent increment property. Okay, so n of 0 equal to 0, the process has independent increments. Okay, so what is the third property? Third property ഇതൊരു നമ്പർ ആണല്ലോ. ഈ നമ്പറിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഇതൊരു റാൻഡം വേരിയബിൾ ആണല്ലോ, നമുക്കറിയില്ല. ഒരു പ്രോസസ്സ് കഴിഞ്ഞാൽ ഈ നമ്പർ കിട്ടും. സോ ദിസ് റാൻഡം വേരിയബിൾ ഇസ് എ റാൻഡം വേരിയബിൾ ആൻഡ് ഇഫ് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദിസ് റാൻഡം വേരിയബിൾ ഇസ് പോയ്സൺ. നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ കൺസെപ്റ്റാണ് പറയുന്നത്. ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദിസ് റാൻഡം വേരിയബിൾ ദാറ്റ് ഈസ് എൻ ഓഫ് distribution of this difference random variable, this distribution of this difference random variable is Poisson. Then വേണമെങ്കിൽ നമുക്ക് ഒരു കാര്യം ചെയ്യാം. അപ്പോൾ നമുക്ക് അങ്ങനെയാകുമ്പോൾ നമുക്ക് പറയാം ഈ പ്രോസസ്സ്, ഈ കൗണ്ടിങ് പ്രോസസ്സ് പറയുന്നത് എന്തായിരിക്കും? ഒരു പോയിസൺ പ്രോസസ്സായിരിക്കും. നമുക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട് ചെറിയൊരു രീതിയിൽ മാറ്റി എഴുതാണ്. 0, ഇത് ടി, ഇത് ടി പ്ലസ് എസ്, ഇങ്ങനെ ടൈം പോയിൻ്റാന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ഡ്യൂറേഷൻ എന്തായിരിക്കും? ഈ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് എസ് ആണ്. ഓക്കെ, ദിസ് ഈസ് എസ്. 0 t plus s. So this duration is s. Okay, so what is the number here? N of t. What is the number here? N of t plus s. Okay, so what is the difference in number? N of t plus s minus n of t. ആ രീതിയിലാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. Okay, so the third property, the number in the interval, അപ്പോൾ അവർ എസ് ടി എസ് ഇൻ്റർചേഞ്ച് എഴുതി. ഇവിടെ എസ് ടി പ്ലസ് എസ് അവരെഴുതിയ പോലെ എഴുതാൻ വേണ്ടിയിട്ടാണ്. ടി പ്ലസ് എസ്. പിന്നെയുള്ളത്, സോ ഹിയർ വി ഹാവ് n of s, here we have n of t plus s. Okay, and then here we have minus n of s. Okay,
So the distribution of this random variable. അറുപത് ഓൾറെഡി റെഡിയാക്കിയല്ലോ. 62 ഇനി വേറെ ആർക്കും കൊടുക്കണ്ട കേട്ടോ. അതിനി വേറെ ആർക്കും കൊടുക്കണ്ട. 62 ആ ലിസ്റ്റിലില്ല. ഇപ്പം ഇന്ന് അറേഞ്ച് ചെയ്താണ്. അതുകൊണ്ട് ഇനി വേറെ ആർക്കും കൊടുക്കണ്ട. So we are allowing one distribution for this random variable, that is n of, അപ്പോഴാണ് അത് പോയിസൺ പ്രോസസ്സായി മൈനസ് n of s. അപ്പോൾ ഏത് ഡിസ്ട്രിബ്യൂഷനാണ്? കെ എന്ന് കൊടുക്കുക. ഈക്വൽ ടു എന്തായിരുന്നു? ഇ റേസ് ടു, അതായത് എക്സ്പൊണൻഷ്യൽ ഇ റേസ് ടു മൈനസ് ലാംഡയ്ക്ക് വരാൻ ഞാൻ ഒരു കാര്യം ചെയ്യാം. ഇവിടെ ഉണ്ടല്ലോ, ഞാൻ എഴുതുന്നില്ല, ജസ്റ്റ് കാണിച്ചു തരുന്നുണ്ട്. ഇ റേസ് ടു മൈനസ് ലാംഡ ടി റേസ് ടു n by n factorial. So we are allowing a distribution for that increment. ഏതാണ് ഇൻക്രിമെൻറ്റ്? n of t plus s minus n of s. So probability of n of t plus s minus n of s equal to n equal to, അല്ലെ k, ഞാൻ കൊടുത്ത k ആണ്, ഇവിടെ n ആണ്. ഓക്കെ, equal to n equal to e raised to minus lambda t raised to n by n factorial, n equal to 0,1. ഓക്കെ, അപ്പോൾ 3 പ്രോപ്പർട്ടി. ഏതൊക്കെയാണ് 3 പ്രോപ്പർട്ടി? ഫസ്റ്റ് ഈസ് എൻ, ഒരു കൗണ്ടിങ് പ്രോസസ്സാണ്. ഇപ്പോൾ കൗണ്ടിങ് പ്രോസസ്സിൻ്റെ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്ന 4 ഉണ്ട്. ഓക്കെ, now we consider the properties of Poisson process. So what are the properties? n of 0 equals 0. The process has independent increments. Number of events in the any interval of length t is Poisson distributed with mean lambda t. That is, for s comma t greater than or 0, probability of n of t plus s minus n of s equal to n equal to e raised to minus lambda t raised to n by n factorial. So the process, counting process satisfying these 3 properties is called Poisson process. Since it is Poisson, the expectation of n of t is Poisson. What is the expectation of n of t? That will be lambda t. ഒരു എക്സാമ്പിൾ ഉണ്ടാകും. അതിനൊക്കെ കുറച്ച് കടുകട്ടി എക്സാമ്പിൾസാണ്, ഞാൻ എടുക്കുന്നില്ല. നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്യും.
ഞാൻ നിങ്ങൾക്ക് എക്സാമ്പിൾ തരാം. നമ്മുടെ ബാർലോ പ്രോസസിൻ്റെ ബുക്കിലുണ്ട്, ഒരു 4-5 എക്സാമ്പിൾ ഞാൻ തരാം. സോ അനദർ ഡെഫിനിഷൻ ഓഫ് പോയിസൺ പ്രോസസ്. അപ്പോൾ ഈ ഡെഫിനിഷന് തന്നെ ഫസ്റ്റ് ഡെഫിനിഷനിലാണ് എ പോയിസൺ പ്രോസസ് ഈസ് എ കൗണ്ടിങ് പ്രോസസ് ഹാവിങ് റേറ്റ് ലാംഡ given 0 if and satisfying three properties n of 0 is 0. The Poisson has independent increments. The number of events in the interval of length t is a Poisson distributed with mean lambda. Another definition of Poisson process is this one. The counting process n of t comma t given 0 is said to be Poisson process with rate lambda if n of 0 equals 0 and the process has stationary and independent increments. അപ്പോൾ എന്താണ് സ്റ്റേഷനറി ഇൻക്രിമെൻറ്റ് പ്രോപ്പർട്ടി? സ്റ്റേഷനറി ഇൻക്രിമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു ഇൻ്റർവൽ ഉണ്ടല്ലോ, എസ് മുതൽ ടി വരെ, അതിൻ്റെ അതേ ഡിസ്ട്രിബ്യൂഷൻ തന്നെയായിരിക്കും അടുത്ത ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഇൻ്റർവെല്ല്. ഇവിടെ നിന്ന് എടുക്കാം, ഇതിലെടുക്കാം. എസ് മുതൽ ടി പ്ലസ് എസ് വരെയുള്ള അതേ ഡിസ്ട്രിബ്യൂഷൻ തന്നെയായിരിക്കും ടി പ്ലസ് എസ് മുതൽ ടി പ്ലസ് എസ് പ്ലസ് ടി വരെയുള്ള, അതായത് ഇവിടം വരെയുള്ള ഡിസ്ട്രിബ്യൂഷനും ഇവിടം വരെയുള്ള ഡിസ്ട്രിബ്യൂഷനും സെയിം ആയിരിക്കും. ഡ്യൂറേഷനാണ് പ്രാധാന്യമുള്ളത്. ഇവിടെ ഡ്യൂറേഷൻ എത്രയാണ്? ടി ആണ് ഡ്യൂറേഷൻ. ഇവിടെയും ഡ്യൂറേഷൻ എത്രയാണ്? ടി ആണത്. അപ്പോൾ സെയിം ഡ്യൂറേഷൻ ആയി കഴിഞ്ഞാൽ ആ ഡ്യൂറേഷൻ്റെ ഒരു ഡ്യൂറേഷനിലെ ഈ ഡ്യൂറേഷനിലെ അതേ ഡിസ്ട്രിബ്യൂഷൻ തന്നെയായിരിക്കും ഈ ഡ്യൂറേഷനിലെ അതേ ഡിസ്ട്രിബ്യൂഷൻ. ദാറ്റ് മീൻസ് n of t plus s minus n of s equal to n is same as probability of n of t plus s plus t minus n of t plus s. മനസ്സിലായില്ലേ? അതാണ് സ്റ്റേഷനാരിറ്റി ഇൻക്രിമെൻ്റ് എന്ന് പറയുന്നത്. ഞാനിവിടെ എഴുതാം. എന്താണ്? probability of n of t plus s plus t plus s plus t minus n of t plus s equal to n. ഇത് ഏതിൻ്റെ ഡിസ്ട്രിബ്യൂഷനാണ്? വലതുവശത്തല്ല. ദിസ് ഈസ് സെയിം ആസ് probability of n of t plus s minus n of s equal to n. അപ്പോൾ നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? probability of n of t plus s minus n of s equal to n. That means duration is t. is same as probability of n of t plus s plus t minus n of s plus t equal to n. രണ്ടിലും രണ്ട് ഡ്യൂറേഷനിലും n ആകാനുള്ള പ്രോബിലിറ്റി സെയിം ആണ്. ഇതാണ് സ്റ്റേഷനാരിറ്റി പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. സോ എ പോയിസൺ പ്രോസസ് is said to be a accounting process said to be a Poisson process if n of t process has stationary and independent. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, രണ്ട് ഡിസ്റ്റന്റ് ഇൻ്റർവെൽസിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. സോ ദ പ്രോസസ് ഹാസ് സ്റ്റേഷനറി ആൻഡ് ഇൻഡിപെൻഡൻറ്റ് ഇൻക്രിമെൻറ്റ്സ്. ഇനി മൂന്നാമത്തെ പ്രോപ്പർട്ടി ഇതാണ് എൻ ഓഫ് എച്ച്. എച്ച് എന്ന് പറഞ്ഞാൽ ചെറിയൊരു ഇൻ്റർവൽ ആണെന്നിരിക്കുക, സ്മോൾ എച്ച്, ചെറിയൊരു ഇൻ്റർവൽ. ലൈക്ക് ഇതല്ലേ, ഇവിടെ എച്ച് എടുക്കും. എച്ച് എന്താണ്? എൻ ഓഫ് എച്ച്. ഈ ചെറിയ ഇൻ്റർവലിൻ്റെ നമ്പർ 0 മുതൽ എച്ച് വരെയുള്ള ചെറിയ ഇൻ്റർവലിൻ്റെ നമ്പർ. സോ ദാറ്റ് ഈക്വൽ ടു 1 ആകാനുള്ള പ്രോബിലിറ്റി എന്ന് പറയുന്നത് ലാംഡ എച്ച് പ്ലസ് ഓർഡർ ഓഫ് എച്ച് ആയിരിക്കും. അതുപോലെ തന്നെ എൻ ഓഫ് എച്ച് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 ആണ്. ചെറിയ ഇൻ്റർവലിൽ 2 കൂടുതൽ ഒക്കറൻസ് വരാനുള്ള പ്രോബിലിറ്റി ഓർഡർ ഓഫ് എച്ച്. ഓർഡർ ഓഫ് എച്ച് എന്ന് പറഞ്ഞാൽ 0യിലേക്ക് പോകുന്നൊരു സംഭവമാണ്. മനസ്സിലായില്ലേ? മോളിൽ കാണിച്ചിട്ടുണ്ട്. ഓർഡർ ഓഫ് എച്ച്, എ ഫംഗ്ഷൻ എഫ് ഈസ് സെഡ് ടു ബി of order of h if limit h tends to 0 f of h by h tends to 0. അപ്പോൾ ഓർഡർ ഓഫ് എച്ച് എന്ന് പറഞ്ഞാൽ അതാണ്, 0യിലേക്ക് പോകും. അപ്പോൾ ചെറിയ വളരെ നേരിയ വാല്യൂ, അതാണ് ഉദ്ദേശിക്കുന്നത് ഓർഡർ ഓഫ് എച്ച്. എച്ച് തന്നെ ചെറുതാണ്, അപ്പോൾ അതിൻ്റെ ഓർഡർ ഓഫ് എച്ച് എന്ന് പറഞ്ഞാൽ അതിനേക്കാളും വളരെ ചെറിയ നേരിയ വാല്യൂ.
അപ്പോൾ പ്രോബിലിറ്റി ഓഫ് എൻ ഓഫ് എച്ച് ഈക്വൽ ടു 1. ആ ചെറിയ ഇൻ്റർവെല്ലിൽ ഒരെണ്ണുണ്ടാകുന്ന പ്രോബിലിറ്റി ലാംഡ എച്ച് പ്ലസ് ഓർഡർ ഓഫ് എച്ചും, ചെറിയ ഇൻ്റർവെല്ലിൽ 2ൽ കൂടുതലുണ്ടാകുന്ന പ്രോബിലിറ്റി ഓർഡർ ഓഫ് എച്ചും. വളരെ നേരിയ പ്രോബിലിറ്റിയാണ്. അങ്ങനെയാണെങ്കിൽ ഈ 4 പ്രോബിലിറ്റി സാറ്റിസ്ഫൈ ആണെങ്കിൽ you can call the counting process as a Poisson process. Okay, so we have studied 2 definitions. First definition is this one, and then from this definition you will get this definition. When we are not studying the proof, at the same time you can study the definition. Okay, പിന്നെ ഒരുപാട് തിയറംസ് ഒക്കെ ഉണ്ട്, നമുക്ക് പഠിക്കുന്നില്ല, ജസ്റ്റ് ഡെഫിനിഷൻ മാത്രം. ഓക്കെ, അപ്പോൾ നിങ്ങൾ പഠിക്കുക.